നാടകം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയ കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാടക മത്സരം നടന്ന ഒ മാധവൻ സ്മൃതി. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞും പൊട്ടിച്ചിരിപ്പിച്ചും കയ്യടി നേടിയും മുന്നേറിയ നാടക മത്സരം ചിലപ്പോഴൊക്കെ കണ്ണീരണിയിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിൽ തിളങ്ങിയാലും കലോത്സവങ്ങളുടെ നാടകവേദികളിൽ നിന്നും ഇനിയും മോശം കിട്ടാതെ അലയുന്ന ചിലരെ കാണാം. നാടക മത്സരം നടക്കുന്ന ഒ മാധവൻ സ്മൃതിയിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത അത്ര തിരക്ക്. കുട്ടികൾ രംഗത്ത് നിറഞ്ഞാടുകയാണ്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര വൈബല്ലേ, സെറ്റാണ്, വൈബാണ്, പവറാണ്. രംഗത്തെത്തിയ എല്ലാ നാടകങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നുവെന്ന് ഈ വർഷത്തെ 4 നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ച കൊടുമൺ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളായാലും സംസ്കൃതം ഹൈസ്കൂളായാലും വളരെ വ്യത്യസ്തമായ വിഭിന്നമായ നാടകങ്ങൾ കൊണ്ട് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ശ്രദ്ധ ആകർഷിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ ജഡ്ജസിനെ പോലും കുഴപ്പിക്കുന്ന ചോദ്യമായിരിക്കും അത്. നാടക മത്സരത്തിൽ എ ഗ്രേഡുകളുടെ എണ്ണം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ഷിറ്റ് എന്ന നാടകത്തിന് ആദ്യാവസാനം കയ്യടികൾ ആയിരുന്നു. വിജയത്തിനല്ല, ജനങ്ങളിലേക്ക് ഇത് ഈ ഒരു സന്ദേശങ്ങൾ എത്തിക്കാനാണ് വിചാരിച്ചു വന്നത്. തീർച്ചയായും വളരെ മികച്ച ഒരു ഉത്തരമാണ് ഈ കൊച്ചു കലാകാരൻ. പേരെന്താ എൻ്റെ? അലൻ ഗോവിന്ദ് പറഞ്ഞത്, ഞങ്ങൾ മത്സരിക്കുന്നത് ഒരിക്കലും ജയത്തിനു വേണ്ടി മാത്രമല്ല, ഒരു പരാജയത്തെയും മുന്നിൽ കണ്ടാലും ഞങ്ങൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും എന്ന് പറയുന്ന യുവതലമുറയുടെ ഒരു വലിയ സന്ദേശമാണ് ഷിറ്റ് എന്ന നാടകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.